ഞെട്ടിപ്പിക്കുന്ന പല കൊലപാതകങ്ങളും കണ്ടുകഴിഞ്ഞു കേരളം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒരു 23-കാരൻ കുഞ്ഞനുജനെയും പെൺസുഹൃത്തിനെയും അടക്കം 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് അതിൽ ഏറ്റവും ഒടുവിൽ. എന്നാൽ 8 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2017 ഏപ്രിൽ മാസം 9-ന് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊല സംസ്ഥാന തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നന്ദൻകോട് കൊലപാതകം. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ നീതിപീഠം കേതൽ ജിൻസിന് ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നന്ദൻകോട്ടേക്ക് വന്നാൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള സ്ഥലമാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിനോട് ചേർന്നുള്ള പരിസരം. ഈ സ്ഥലത്ത് ബെയിൻസ് കോമ്പൗണ്ടിലെ 117-ാം നമ്പർ വീട്ടിൽ നിന്ന് അതിഭീകരമായ രീതിയിൽ ഒരു ദിവസം പുകയുയരുന്നു. വീടിന് തീപിടിച്ചതാകാമെന്ന് കരുതി ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ ആദ്യം ഓടിക്കൂടി. സംഭവം വഷളാവുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ തന്നെ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയാണ്. ക്ഷണവേഗത്തിൽ അവരും പാഞ്ഞെത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വീടിന്റെ വാതിൽ തള്ളി തുറന്നതും അവർ കണ്ട കാഴ്ച കത്തിക്കരിഞ്ഞ രീതിയിലുള്ള മൃതദേഹങ്ങളായിരുന്നു. മൃതദേഹങ്ങൾക്കരികിലായി ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹവും. അന്ന് കൊല്ലപ്പെട്ടവരാണ് പ്രൊഫസർ രാജാ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിന, ബന്ധു ലളിത എന്നിവർ. അപ്പോൾ ഇവരുടെ മകൻ എവിടെ? വീട്ടിലേക്ക് ഓടിക്കൂടിയവർ തിരഞ്ഞത് മകൻ കേതലിനെയാണ്. സംഭവ സ്ഥലത്തെത്തിയ അന്വേഷണ സംഘത്തിന് നടന്നത് കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല. സംഭവം നടക്കുന്ന സമയത്ത് കേതൽ ഉണ്ടായിരുന്നില്ല അവിടെ. പോലീസിന്റെ സംശയങ്ങൾ കേതലിന് നേർക്ക് നീളുകയായിരുന്നു. പോലീസ് കേതലിനായി അന്വേഷണവും ആരംഭിച്ചു. 1ഉം 2ഉം ദിവസങ്ങൾ പിന്നിട്ടു. ഒടുവിൽ 3-ാം പക്കം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേതൽ പോലീസിന്റെ പിടിയിലായി. ചെന്നൈയിലെ ഒളിവ് ജീവിതത്തിന് ശേഷം കീഴടങ്ങാനുള്ള തിരിച്ചുവരവിനിടെ കേതൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. കേതലിന്റെ കാലിന് ആ സമയം പരിക്കുണ്ടായിരുന്നു. ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ വീടിന് തീയിട്ടപ്പോൾ സംഭവിച്ചതാണെന്നും ഇയാൾ പോലീസിനോട് പറയുന്നുണ്ട്. കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് എനിക്ക് ആത്മാക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമെന്നായിരുന്നു കേതൽ നൽകിയ മറുപടി. അതായത് ആസ്ട്രൽ പ്രൊജക്ഷൻ. പക്ഷേ ഈ വാക്ക് ആദ്യം കേട്ട പോലീസുകാർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നീട് മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ നിന്നാണ് കേതൽ നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെ കാരണം പോലീസ് മനസ്സിലാക്കുന്നത്. താൻ ഉണ്ടാക്കിയ പുതിയ ഗെയിം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് കേതൽ അമ്മ ജീൻ പത്മയെ മുകളിലെ നിലയിൽ തന്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നത്. കസേര വലിച്ചിട്ട് അമ്മയ്ക്ക് ഇരിക്കാൻ സൗകര്യമൊക്കെ ഒരുക്കി. ഗെയിം കാണുന്നതിനിടെ പിന്നിൽ നിന്ന് കേതൽ തുണികൊണ്ട് അമ്മയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയാണ് കൊലപ്പെടുത്തുന്നത്. പിന്നാലെ മഴുകൊണ്ട് വെട്ടിയും കുത്തിയും അതിക്രൂരമായി കൊലപാതകം. മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ കേതൽ അമ്മയുടെ മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചഴക്കുകയാണ്. മുറിയിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തം തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലായിരുന്നു കേതൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മേശയിൽ വിളമ്പി വെച്ച ആഹാരമൊക്കെ കേതൽ അച്ഛനും സഹോദരിക്കും ഒപ്പം ഇരുന്ന് കഴിച്ചു. പിന്നാലെ തന്ത്രപൂർവ്വം അച്ഛനെയും മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. കമ്പ്യൂട്ടറിന് മുന്നിലെ കസേര വലിച്ചിട്ട് കേതൽ അച്ഛന് ഇരിക്കാൻ സൗകര്യമൊരുക്കി. മിനിറ്റുകൾക്കുള്ളിൽ അച്ഛന്റെ തലയിലും അവൻ ആഞ്ഞു വെട്ടി. കസേരയിൽ നിന്ന് താഴെ വീണ രാജാ തങ്കം മകനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കേതൽ അപ്പോഴേക്കും അച്ഛന്റെ ശരീരത്തിലും ആഞ്ഞു വെട്ടിയിരുന്നു. വെട്ടിയും കുത്തിയും അച്ഛന്റെ മരണവും അവൻ ഉറപ്പാക്കി. അമ്മയുടെ മൃതദേഹത്തോടൊപ്പം അച്ഛന്റെ ശരീരവും കേതൽ കുളിമുറിയിൽ തന്നെ സൂക്ഷിച്ചു. പിന്നീട് സുഹൃത്തായ ജോണിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു സഹോദരി കരോലിനെ കേതൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നാലെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയതുപോലെ കേതൽ സഹോദരിയെയും കൊന്നുതള്ളി. അന്ധയായ ബന്ധു ലളിതയായിരുന്നു കേതലിന്റെ അടുത്ത ലക്ഷ്യം. ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ലളിതയെയും യാതൊരു ദയവുമില്ലാതെ കേതൽ കൊലപ്പെടുത്തുകയായിരുന്നു. 2 ദിവസങ്ങളിലായാണ് കേതൽ ഈ 4 കൊലപാതകങ്ങളും നടത്തിയത്. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കവടിയാറിലെ പെട്രോൾ പമ്പിലെത്തി കേതൽ ഇന്ധനം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് ധരിപ്പിക്കാൻ 5 പേർക്ക് വേണ്ട ഭക്ഷണവും കേതൽ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. അയൽക്കാരുമായി ബന്ധമുണ്ടാകാതിരുന്നതിനാൽ കുടുംബത്തെ പുറത്തു കാണാതിരുന്നത് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾക്കൊപ്പം ഇരുന്ന് കേതൽ ഭക്ഷണം കഴിച്ചു. അവർക്കൊപ്പം ഉറങ്ങി. ഏപ്രിൽ 9-ന് വീടിന് തീയിട്ടു. താനും കൊല്ലപ്പെട്ടുവെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഡമ്മിയും കത്തിച്ചു. പിന്നാലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രതി കേതൽ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ നിരവധി തവണ ഈ കാലങ്ങളിൽ ഇത്രയും ശ്രമിച്ചിരുന്നു. താൻ മാനസിക രോഗിയാണെന്നും ആഭിചാര ക്രിയകളിൽ അടിമയാണെന്നുമായിരുന്നു കേതൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. എന്നാൽ യഥാർത്ഥ കാരണം ഇതല്ലെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ കേതലിന് കുടുംബത്തോടുള്ള കടുത്ത പകയാണ് കൊലപാതക കാരണമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കഴുത്തിൽ വെട്ടിക്കൊല്ലുന്നത് എങ്ങനെയെന്ന് കേതൽ തിരഞ്ഞതായി ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിലൂടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നാലെ മുറിയിൽ ഡമ്മി ഉണ്ടാക്കി മഴുകൊണ്ട് വെട്ടിപ്പഠിച്ചു.
അച്ഛൻ രാജാ തങ്കം കേതൽ വിദേശ പഠനം പൂർത്തിയാക്കാതെ എത്തിയതിൽ എതിർത്തതും അമ്മ ജീൻ പത്മ വിദേശത്ത് ജോലിക്ക് പോകാൻ ഒരുങ്ങിയതും സഹോദരി MBBS പൂർത്തിയാക്കാൻ പോകുന്നതുമെല്ലാം തന്നെ അവഗണിക്കുന്നുവെന്ന തോന്നലിനിടയാക്കി. ഇതിന്റെ പ്രതികാരം എന്നോണമായിരുന്നു കുടുംബാംഗങ്ങളെ കേതൽ കൊലപ്പെടുത്തിയത്.